എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ OTT-ൽ നിലവിൽ റിലീസായിരിക്കുന്ന ഒന്ന് രണ്ട് സിനിമേൻ്റെ ചെറിയൊരു ഒപ്പീനിയൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഒട്ടുമിക്ക ആളുകളും OTT-ൽ വന്ന ശേഷം കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള രണ്ട് സിനിമകളാണ്. ഇത് ഞാൻ ഈ ഒപ്പീനിയൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ ഏതായാലും കണ്ട സ്ഥിതിക്ക് അതിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് ഒട്ടുമിക്ക ആളുകളും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. മലയാളത്തിൽ നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ് ഈ സൂക്ഷ്മദർശിനി എന്ന സിനിമ. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC ജിതിനാണ്. സ്ക്രീൻ പ്ലേ അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB എന്നിവർ ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് AV അനൂപ്, ഷൈജു ഖാലിദ്, സമീർ താഹിർ എന്നിവരാണ്. പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ, മ്യൂസിക് ക്രിസ്റ്റോ സേവ്യർ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീഡ് റോളിൽ നസ്രിയ നസീമാണ്. ദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്, പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ട്. പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട്, അഖില ഭാർഗവൻ ഉണ്ട്, മെറിൻ ഫിലിപ്പ്, പൂജ മോഹൻരാജ്, സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൽ, കോട്ടയം രമേശ്, മനോഹരി ജോയ്, അഭിരാം രാധാകൃഷ്ണൻ, ഹെസക് മെഹക്ക് ഇവർക്കാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്പോയിലറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാം, എല്ലാവരും കണ്ടു കഴിഞ്ഞ കഥയാണ്, അതുകൊണ്ട് സ്പോയിലർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഈ നസ്രി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു താമസക്കാർ വരുന്നതും, അയൽവാസികളായിട്ട് പുതിയ താമസക്കാർ വരുന്നതും, പിന്നീട് ആ താമസക്കാരിൽ നസ്രിയക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളും സംശയം തീർക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സൂക്ഷ്മദർശിനി സിനിമയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല റിവ്യൂസൊക്കെ കണ്ട സമയത്ത് ഭയങ്കര എക്സ്ട്രാ ആയിട്ടുള്ള റിവ്യൂസും ഒപ്പീനിയനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവം. ഒന്ന് രണ്ട് റിവ്യൂസിലൊക്കെ ദൃശ്യം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൃശ്യത്തിൻ്റെ 10 അയലത്ത് എത്താൻ പോലും നിലവാരം ഇല്ലാത്ത, അങ്ങനെ ഒട്ടും നിലവാരമില്ല എന്നല്ല, ദൃശ്യത്തിൽ വെച്ച് നോക്കുമ്പം ആ ഒരു നിലവാരത്തിലൊന്നും എത്താൻ സാധ്യതയില്ലാത്ത സിനിമയാണ് സൂക്ഷ്മദർശിനി എന്നാണ് എനിക്ക് തോന്നിയത്. സംഗതി അത്യാവശ്യം എൻഗേജിങ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ത്രില്ലറാണ്. പിന്നെ നമ്മളെ മുമ്പിൽ പ്രതീക്ഷിക്കാത്ത ചില ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാൽ പോലും ദൃശ്യം പോലെ അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ അടുത്ത് നിന്നുള്ള കമ്പാരിസണൊക്കെ ഒഴിവാക്കണം. കാരണം ദൃശ്യം എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ക്ലാസിക് മൂവിയാണ്, മലയാളത്തിൽ ഇറങ്ങിയ ഒരു ക്ലാസിക് മൂവിയാണ്. അതിനെയും ഈ സിനിമയൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, അത്യാവശ്യം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ ഇത്. പിന്നെ ആ സിനിമ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല, ഒറ്റ തവണ ഞാൻ കണ്ടു, നല്ല രീതിയിൽ ആസ്വദിച്ചു. പിന്നെ അത് കാണണോ, പല സിനിമകളും നമ്മൾ 1-2 വട്ടമൊക്കെ കാണും. പക്ഷെ പിന്നെ കാണാൻ പോകണമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മളെ മുമ്പിൽ ആ സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മളെ ബ്രെയിനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കറിയുന്ന കാര്യമില്ല, വരും എന്തിനാ കാണുന്നതെന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ദൃശ്യം 2 ഒന്നും അങ്ങനെയല്ല. നമ്മളെപ്പോൾ കണ്ടാലും ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് രാക്ഷസനാണ്. എനിക്ക് തോന്നുന്നു ഒരു 15 വട്ടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഈ സിനിമ. എന്നാൽ പോലും അത്യാവശ്യം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ത്രില്ലർ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡീസൻറ്റ് അനുഭവം തന്നിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഈ സൂക്ഷ്മദർശിനി. കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിൽ ജോസഫാണ് ഇതിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് മൂപ്പർ എല്ലാ സിനിമയിലും ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമയിലും അങ്ങേരുടെ കഥാപാത്രം അങ്ങേര് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയ കുഴപ്പമില്ല. പിന്നെ ആ ഒരു രീതിയിലാണ് നസ്രിയുടെ കഥാപാത്രം വന്നിട്ടുള്ളത്. മുമ്പ് പല സിനിമയിലും കണ്ടിട്ടുള്ള മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദീപക് പറമ്പോലും അദ്ദേഹത്തിൻ്റെ വേഷം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എക്സലൻറ്റ് മൂവി എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ സേവറിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് കിടിലൻ മ്യൂസിക്കാണ്. ഈ സിനിമേൻ്റെ പല സീനുകളും എലവേറ്റ് ചെയ്യുന്നതിൽ മ്യൂസിക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മിസ്റ്ററി, ഒരു ത്രില്ല്, ഒരു ഫീല് തരാൻ വേണ്ടി മ്യൂസിക്കിന് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള, മോശമല്ലാത്ത, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന, മടുപ്പില്ലാതെ ത്രില്ലറോടുകൂടി ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറോട് കൂടിയിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് സൂക്ഷ്മദർശിനി തോന്നിയത്. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് പല്ലുട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ ഇത് പറഞ്ഞതുപോലെ തന്നെ
ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കേരള ബോക്സ് ഓഫീസിൽ അത്ര വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല പിന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു വിജയം ഡിസർവ് ചെയ്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കേട്ടോ പല്ലോട്ടി 90s കിഡ്സ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ രാജാണ്, എഴുതിയിരിക്കുന്നത് ദീപക് വാസൻ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാജിദ് യഹ്യ. സാജിദ് യഹ്യൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഖൽബും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പല്ലോട്ടി 90s കിഡ്സും രണ്ടും തിയേറ്ററിൽ വലിയ ശ്രദ്ധ നേടിയില്ലെങ്കിലും OTTയിൽ വന്ന ശേഷം നല്ല അടിപൊളി അഭിപ്രായം നേടിയ 2 സിനിമകളാണ് ഈ 2 സിനിമയും. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഷാരോൺ ശ്രീനിവാസ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് രോഹിത് VS വാര്യത്ത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലീഡ് റോളിലുള്ളത് ഡാവിഞ്ചി സന്തോഷ്, പിന്നെ നീരജ് കൃഷ്ണ എന്നിവരാണ്. പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് ബാലു വർഗീസ്, അർജുൻ അശോകൻ, നിരുപമ രാജീവ്, അനു ലക്ഷ്മി, സൈജു കുറുപ്പ്, നിരഞ്ജന അനൂപ്, ദിനേശ് പ്രഭാകർ, സുധി കോപ്പ, അഭിലാഷ് പ്രവീൺ എന്നിവരൊക്കെയാണ്. പിന്നെ ഇതിൽ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലീഡ് റോളിലുള്ള ഡാവിഞ്ചി സന്തോഷും പിന്നെ നീരജ് കൃഷ്ണയും കഴിഞ്ഞാൽ ഏറ്റവും നല്ല റോൾ ഇതിൽ സൈജു കുറുപ്പിനാണ് കിട്ടിയത്. അദ്ദേഹം അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ പേര് പോലെ തന്നെ 90s കിഡ്സിൻ്റെ ചില നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അന്ന് 90s കിഡ്സിന് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ആണ് ഈ സിനിമയിൽ കാര്യമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിലൂടെ വരുന്ന ചില ഇമോഷൻസും പിന്നെ അതിലൂടെ ഉണ്ടാകുന്ന ചില കഥയും കാര്യങ്ങളും ആണ് പ്രധാനമായിട്ടും പിന്നെ പങ്കുവെച്ചിരിക്കുന്നത്. കണ്ണൻ, ഉണ്ണി, ഈ പിന്നെ ഡാവിഞ്ചി സന്തോഷം അവതരിപ്പിച്ച കണ്ണൻ, നീരജ് കൃഷ്ണ അവതരിപ്പിച്ച ഉണ്ണി, സൈജു കുറുപ്പ് പിന്നെ അവതരിപ്പിച്ച മഞ്ജുളൻ, ഈ 3 കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ കഥ തന്നെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ 2 കുട്ടി താരങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് സിനിമ ഞാൻ കണ്ട സമയത്ത് എല്ലാവർക്കും അതെങ്ങനെയാണെന്ന് അറിയില്ല, ഒരു 90s കിഡ്സ് എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫീൽ വന്നിട്ടുള്ള ഒരു സിനിമ തന്നെ കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് ഈ സിനിമ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഈ സിനിമയിൽ അവരെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സീൻ കാണുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്തതാണല്ലോ, ഇത് ഞാൻ അന്ന് ചെയ്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കിങ്ങനെ തരാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഈ പിന്നെ ചെരുപ്പിനോണ്ട് പിന്നെ ചെരുപ്പ് വെട്ടിയിട്ട് ടയർ രൂപത്തിൽ റൗണ്ടിൽ വെട്ടിയിട്ട് നമ്മളൊക്കെ ഉജാലൻ്റെ പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തത്. ഉജാലൻ്റെ പണ്ടത്തെ ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിലിൽ ഈ ചെരുപ്പ് കിടത്തിയിട്ട് നമ്മളിങ്ങനെ പിന്നെ വലിയ കമ്പ് കൊണ്ട് വണ്ടി ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ, ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമ നമ്മളിങ്ങനെ ഓർത്തു പോകും. ഒരു 90s കിഡ്സ് എന്നുള്ള നിലക്ക് നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാഞ്ഞ് പോയി തന്നെ പറയാം. പല കാര്യങ്ങളും അത് എടുത്തെടുത്ത് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല രീതിയിൽ ഓടിയും ചാടിയും കളിച്ചിരുന്ന ആളുകളാണ്. അത് പലതരം കളികൾ, കള്ളനും പോലീസായാലും പിന്നെ ഞങ്ങളങ്ങോട്ട് ഒളിച്ച് കളിക്ക് സാറ്റ് എന്നാണ് പറയുക. ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ തൊട്ട് കളിക്കുക, കോട്ടി കളിക്കുക, പിന്നെ ഇങ്ങനെ ഒരുപാട് പലതരം കളികൾ, കൊത്തങ്കല്ല് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പല ഒരുപാട് പരിപാടികൾ, പിന്നെ കുളങ്കര, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ടും അല്ലാതെയും കളിച്ചിരുന്ന ഒരുപാട് കളികൾ ഇന്ന് പിന്നെ പലരും മറന്നുപോയി തന്നെയാണ് അതിൻ്റെ സത്യം. എല്ലാവരും ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞാൽ ഫോണിലേക്കും പിന്നെ സോഷ്യൽ മീഡിയ ലൈഫിലേക്കും, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, അതൊരു തെറ്റല്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ അനുഭവിച്ച ആ ഒരു രസവും ആ ഒരു പിന്നെ കാലഘട്ടവും ഇന്നത്തെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴത്തെ 2K കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ പറയാനുണ്ടാവുക, അവർ ജനിച്ചു വന്നു, പിന്നീട് നേരെ 3 വയസ്സായപ്പോഴത്തേക്ക് പിന്നെ KG വിദ്യാഭ്യാസം തുടങ്ങി, അത് കഴിഞ്ഞ് 5 വയസ്സായപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി, പിന്നെ അതിൻ്റെ പിന്നാലുള്ള ട്യൂഷൻ, സ്കൂൾ, മദ്രസ, ആ ഒരു ലൈഫ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരു 5 വയസ്സ്, ഇപ്പോൾ ചെറിയ കുട്ടികളെ തന്നെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാക്കാൻ മാതാപിതാക്കൾ നല്ല രീതിയിൽ പാടുപെടുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് സോഷ്യൽ മീഡിയ ലൈഫും സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫെയിമും കാര്യങ്ങൾക്കൊക്കെ പിന്നാലാണ് ഇന്നത്തെ സമൂഹം. അപ്പോൾ ഇത്തരം സമൂഹത്തിനൊന്നും കിട്ടാത്തൊരു നല്ലൊരു നൊസ്റ്റാൾജിക് കാലഘട്ടം 90s കിഡ്സിന് കിട്ടിയിട്ടുണ്ട്. ഈ സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും 90s കിഡ്സിൻ്റെ ചില നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയിട്ടുള്ള
കിഡിലൻ സിനിമയാണ്. പിന്നെ ഈ പല്ലോട്ടി 90s കിഡ്സ്. ഈ കുട്ടികളെ കഥയിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ നമ്മൾ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് വരുന്നു. അതിൽ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില കഥാപാത്രങ്ങൾ പിന്നീട് അങ്ങനെ പോയിട്ട് അത് ഇങ്ങനെ പോയിട്ട് ഒരു നല്ല രീതിയിൽ അങ്ങനെ പോയിട്ട് അവസാനം നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് പിന്നെ എത്തിച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. കാണാത്ത ആളുകളൊക്കെ പിന്നെ ദയവ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ ഒരു പിന്നെ കാലഘട്ടം ഇത്ര കാലം കഴിഞ്ഞാലും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു അനുഭവം നമുക്ക് തരാൻ സാധ്യതയുള്ളൂ. നല്ലൊരു കിടിലൻ സിനിമയാണ് ഈ പല്ലോട്ടി 90s കിഡ്സ്. പിന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നിയ സമയത്ത്. പിന്നെ ഈ സിനിമ കണ്ട സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയി. ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എനിക്ക് മനസ്സിലായ കാര്യം. കാരണം ഭാഷയും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഭാഷയാണ് സിനിമയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നി, ഈ സിനിമ ഒന്ന് നമ്മുടെ ഭാഷയിൽ കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഞങ്ങൾ കൊടുവള്ളി ഭാഷ എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു സ്റ്റൈല് ഭാഷയാണ്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്. അത് പിന്നെ അവിടെ എന്നുള്ളത് ആടെന്നാണ് ഞങ്ങൾ പറയുക, ആടാന്നാണ് പറയുക. പിന്നെ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. പിന്നെ എങ്ങോട്ടെന്ന് ചോദിക്കൽ ഏട്ട് എന്നാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മുടെ കൊടുവള്ളി ഭാഷയിൽ അല്ലെങ്കിൽ കോഴിക്കോടൻ ഭാഷയിൽ ഇറക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്ര കണ്ട് ഞാൻ ആസ്വദിച്ച സിനിമ എന്താണെന്നറിയില്ല, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവം, ഒരു പഴയ കാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവം. അതൊക്കെ ഒരു ഭയങ്കര രസം തന്നെയാണ്. ആ ഒരു റൈഡ് പോലെ അങ്ങനെ നമുക്ക് പഴയ കാലങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുക. നമ്മളെ കണ്ണിന് മുമ്പിൽ പഴയ കാലം നമ്മളൊക്കെ അനുഭവിച്ച് ചെറുപ്പകാലം നമ്മളെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ സിനിമ കാണുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ പഴയ കാലം കൂടി ഓർത്ത് പോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും മസ്റ്റ് വാച്ചായിട്ട് ഞാൻ പറയുന്ന സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. അപ്പോൾ സിനിമ ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല, ധൈര്യമായിട്ട് കണ്ടോളി. നിങ്ങളെ ഇതിൻ്റെ മേക്കിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും പിന്നെ മ്യൂസിക് ആയാലും ഒന്നും തന്നെ നിങ്ങളെ മടുപ്പിക്കില്ല. താരങ്ങളൊക്കെ അഭിനയിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മടുപ്പില്ലാതെ പിന്നെ എത്ര തവണ വേണമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് പല്ലോട്ടി 90s കിഡ്സ്. അപ്പോൾ അതൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. പിന്നെ ഈ 2 സിനിമകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.